സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കാമെന്ന് ആദ്യമായി വസീയത്ത് ചെയ്യുന്നു. ഇസ്ലാമികമായ ആദർശത്തിൻ്റെ അടിത്തറ വിശ്വാസമാണ്, ഈമാൻ. ഏറ്റവും വലിയ അടിസ്ഥാന വിശ്വാസം പ്രപഞ്ച സൃഷ്ടാവായ ലോകരക്ഷിതാവായ നിയന്താവായ ഉടമസ്ഥനായ അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം. അതിനെ തൊട്ടു നിൽക്കുന്നത് ഈ ക്ഷണികമായ ഭൗതിക ജീവിതം അവസാനിച്ചാൽ അനശ്വരമായ ഒരനന്ത പരലോക ജീവിതമുണ്ട്. അതിനന്ത്യമില്ല. അതാണ് വിശ്വാസങ്ങളിലെ രണ്ടാമത്തെ അടിത്തറ. ഈ രണ്ട് അടിത്തറകളിൽ മനുഷ്യനെ പൂർണ്ണമായും സത്യസന്ധമായും നിലനിർത്തുവാൻ ആവശ്യമായ വിശ്വാസങ്ങളാണ് മറ്റെല്ലാ വിശ്വാസങ്ങളും. പ്രവാചകന്മാരിലും നിയമസംഹിതകളിലും അള്ളാഹുവിൻ്റെ അവരെ മാത്രം അറിയുന്ന മലക്കുകളിലും അതേപോലെ അവൻ നിശ്ചയിച്ചിട്ടുള്ള വിധി നിയന്ത്രണ കാര്യങ്ങളിലും പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള മറ്റ് വിശ്വസിക്കാൻ നിർബന്ധമായ കാര്യങ്ങളിലുമൊക്കെയുള്ള വിശ്വാസം ഈ അടിത്തറയുടെ വിശദാംശങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹുവിലും മരണാനന്തര ജീവിതത്തിലുമുള്ള വിശ്വാസമാണ് മനുഷ്യ ജീവിതത്തെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. മനുഷ്യന്റെ ജീവിതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹുവിലും തുടർന്നുള്ള പരലോക മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം. ഇതേതെങ്കിലും ഒന്നിന്റെ അഭാവത്തിൽ മനുഷ്യൻ എന്തൊക്കെ വിശ്വസിച്ചാലോ അതിന്റെ സൽഫലങ്ങൾ അവന്റെ കർമ്മജീവിതത്തിൽ ഉണ്ടാവുകയില്ല. ഒരേ ഒരു ഇലാഹിൽ മാത്രം വിശ്വസിച്ചാലോ 1000 ഇലാഹുകളിൽ വിശ്വസിച്ചാലോ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഫലം ഏറ്റുവാങ്ങുന്ന മറ്റൊരു ലോകത്തെക്കുറിച്ച ദൃഢവിശ്വാസം ആ വിശ്വാസിയുടെ മനസ്സിൽ ഉറച്ചിട്ടില്ലെങ്കിൽ ദൈവവിശ്വാസം പ്രയോജനമില്ലാത്തതായി മാറും. പ്രയോജനമില്ലാത്തതായി മാറും എന്നു മാത്രമല്ല, വിപരീത ഫലങ്ങൾ സൃഷ്ടിക്കുന്നതായി തീരുകയും ചെയ്യും. വിശ്വാസിയുടെ കർമ്മജീവിതം അവനും തന്നെപ്പോലെയുള്ള മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഗുണം ചെയ്യേണ്ടതാണ്. ഗുണം ചെയ്യുന്നില്ലെങ്കിൽ പോലും തനിക്കോ തന്നെപ്പോലെയുള്ള മറ്റുള്ളവർക്കോ ദോഷം ചെയ്യാതിരിക്കേണ്ടതാണ്. ഒരു നല്ല മനുഷ്യന്റെ മിനിമം യോഗ്യതയാണ് അവൻ മറ്റാർക്കും ദോഷം ചെയ്യുകയില്ല എന്നത്. പിന്നീട് അതിന്റെ വളർച്ചയാണ് മറ്റുള്ളവർക്കും മറ്റു സൃഷ്ടിജാലങ്ങൾക്കും ഒക്കെ ഗുണം ചെയ്തു കൊടുക്കും എന്നത്. നന്ന ചുരുങ്ങിയതൊരു മനുഷ്യൻ നല്ലവനാണെങ്കിൽ അവനിൽ നിന്ന് മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. ആരാണ് മുസ്ലിം, ആരാണ് മോമിൻ? മറ്റുള്ള മനുഷ്യർക്കൊക്കെ അഭയം നൽകുന്നത് ആരാണോ അവരാണ് മോമിനുകൾ. സ്വന്തം കർമ്മജീവിതം കൊണ്ട്
മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തവരാരോ അവരാണ് മുസ്ലിങ്ങൾ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ മിനിമം യോഗ്യത മറ്റാരെയും ഉപദ്രവിക്കാതിരിക്കുക എന്നതാണ്. പിന്നെ ഉപകാരം ചെയ്യും. ഉപദ്രവിക്കാതെ ഉപകാരം ചെയ്യുന്ന മനുഷ്യനായി തീരണമെങ്കിൽ അവന്റെ വിശ്വാസത്തിലെ താൻ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പടച്ചതമ്പുരാന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്ന ബോധം നിലനിർത്തുന്ന പരലോക വിശ്വാസമുണ്ടാകണം. പിന്നെ ബാക്കി കാര്യങ്ങളിലൊക്കെ വിശ്വാസമുണ്ടാകും. ഈ വിശ്വാസമുള്ളവരാണ് ലോകത്ത് നിലവിലുള്ള മുഴുവൻ വിശ്വാസികളും. അത് പറയേണ്ടത് മതവിശ്വാസികൾ എന്നാണ്, അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ. പക്ഷെ അങ്ങനെ പറയാൻ പാടില്ലാത്തത് കൊണ്ടാണ് പറയാൻ ആശങ്കിച്ചത്. കാരണം നമുക്കറിയാത്ത, നമുക്ക് വിവരമില്ലാത്ത, പരിചയമില്ലാത്ത ഒരു സാധനമാണല്ലോ മതം എന്ന് പറയുന്നത്. ലോകത്തുള്ള മനുഷ്യരെ ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് സ്വതന്ത്രമായി സ്വൈരമായി മനുഷ്യരെ തട്ടിക്കളിക്കാൻ വേണ്ടി ഉണ്ടാക്കി വിട്ടിട്ടുള്ള ഒരു സാധനത്തിന്റെ പേരാണ് മതം എന്ന് പറയുന്നത്. അള്ളാഹു നൽകിയത് അതല്ല, അത് ദീനാണ്. ആ ദീനിനെ ആരാധനാലയങ്ങളിൽ കെട്ടിക്കൊടുക്കിയിട്ടുകൊണ്ട് മനുഷ്യനെ ചലിക്കുന്ന മേഖലകളിൽ നിന്ന് അവനെ അടർത്തിയെടുത്ത് അവിടെ സ്വതന്ത്രമായി അവർക്ക് കൈകാര്യം ചെയ്യുവാൻ അവസരമുണ്ടാകാൻ വേണ്ടിയാണ് ഇതിനെ മതമാക്കി മാറ്റിയത്. ഇസ്ലാം എന്ന് പറയുന്ന മോമിനുകൾ അംഗീകരിച്ച ദീൻ മാത്രമല്ല, മുൻകഴിഞ്ഞ മുഴുവൻ പ്രവാചകന്മാരുടെയും അനുയായികൾ അംഗീകരിച്ച ദീനും അത് തന്നെയാണ്. ലോകത്ത് ഒരു ദീനേ ഉള്ളൂ. ആ ദീനിനെ പഠിച്ചവൻ നൽകിയ പേരാണ് ഇസ്ലാം. മറ്റാരും ആ പേര് അതിന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് പഠിച്ചവന്റെ മാത്രം ദീനുമാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, അള്ളാഹുവെങ്കിൽ ഇസ്ലാം മാത്രമാണ് ദീനായിട്ടുള്ളത്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവെങ്കിൽ ദീനായി ഉള്ളത് ഇസ്ലാം മാത്രമാണ്. അള്ളാഹുവെങ്കിൽ അതേ ഉള്ളൂ, അള്ളാഹുവിൽ നിന്ന് അതേ ഉള്ളൂ. അള്ളാഹുവിൽ നിന്ന് വന്നത് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുകയുള്ളൂ. മറ്റൊരു ദീൻ അവനിൽ നിന്ന് വന്നിട്ടില്ല. അപ്പൊ എന്താണ് നമ്മൾ ദീൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ തന്നെ പറഞ്ഞു പോന്നാൽ മതിയായിരുന്നു എന്നാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്. ജനങ്ങൾക്ക് പരിഭാഷ പറയേണ്ടതില്ലാത്ത അറബി പദങ്ങളിൽ ഒന്നാണ് ദീൻ. ഇബാദത്തും അതിൽപ്പെട്ടത്. പരിഭാഷ പറയുമ്പോൾ ആ പരിഭാഷ ജാമ്യവും മാനിയവുമാകണമെന്നാണ്. അതിലിറങ്ങേണ്ടതൊക്കെ അതിലുണ്ടാവണം, അതിൽ നിന്ന് പുറത്തു പോകേണ്ടതൊക്കെ പുറത്തു പോവുകയും വേണം. നിർവചനമായാലും അങ്ങനെയാണ്, പരിഭാഷയായാലും അങ്ങനെയാണ്. അതുകൊണ്ട് മതം എന്നത് ദീനിന്റെ പരിഭാഷയല്ല. മതം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അഭിപ്രായം എന്നാണ്. അഭിപ്രായം എന്ന അർത്ഥം പറയാവുന്ന മതം ദീനിന് യോജിച്ചതല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ലോകത്ത് നിലവിലുള്ള എല്ലാ അംബിയ മുർസലുകളുടെയും അനുയായികളുടെ ദീനിന്റെ പേര് ഇസ്ലാം എന്നാണ്. ആ ഇസ്ലാമിന്റെ അടിത്തറ വിശ്വാസ കാര്യങ്ങളിൽ ലോകത്തുള്ള ഒരു ദീനിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. ആരാധനാ കാര്യങ്ങളിലും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. ശാഖാപരമായ കാര്യങ്ങളിൽ മാത്രമേ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ. നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, എല്ലാ നബിമാർക്കും പഠിച്ചവൻ നിർബന്ധമാക്കിയ പ്രാർത്ഥനകളുണ്ടല്ലോ. നമ്മൾ ആരാധന എന്ന് പറയുന്ന നിസ്കാരം. മുഹമ്മദ് നബിയുടെ അനുയായികൾക്കും ഉണ്ട് സ്വലാത്ത്. മുമ്പ് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾക്കും ഉണ്ടായിരുന്നു അത്. കഴിഞ്ഞു പോയ എല്ലാ നബിമാർക്കും അതുണ്ടായിരുന്നു. ഖുർആൻ പരിശോധിച്ചാൽ നമുക്കതറിയാം. ആ നിസ്കാരത്തിനൊക്കെ റുക്കോയും സുജൂദും അതും ഉണ്ടായിരുന്നു. മറിയം മുക്കുനുത്തി റബ്ബിക്ക് വസ്തുതി വർക്കൈ മാറാക്കി.
അതേപോലെ നബിമാരൊക്കെ പറഞ്ഞിടത്തൊക്കെ പറഞ്ഞിട്ട് റുക്കൂ സുജൂദ്. ഖുർആൻ സലാത്ത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ കോലം മുഹമ്മദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു തന്നതാണ്. അതിൽ റുക്കൂ സുജൂദ് ഏറ്റാലും അതേപോലെ തയ്യാത്തൊക്കെ ഉണ്ട്. അതൊക്കെ മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്കും ഉണ്ടാകും. പക്ഷെ അതിലെ ചില പദപ്രയോഗങ്ങളോ അല്ലെങ്കിൽ അതിലെ ചില വാചകങ്ങളോ ഒക്കെ വ്യത്യാസങ്ങളാണ്. അടിസ്ഥാനപരമായി ഇതൊക്കെ ഒന്നാണ്. ഇബ്രാഹിം നബിന്റെ നിസ്കാരവും മുഹമ്മദ് നബിന്റെ നിസ്കാരവും ഒക്കെ ഒന്നുപോലെ ഒരുപോലെ തന്നെ. നമ്മൾ അംഗീകരിക്കുന്ന രീതിയിൽ 5 നേരം അവർക്കുണ്ടായിരുന്നോ ഇല്ലേ അത് നമുക്ക് അറിഞ്ഞുകൂടാ. 2 നേരം നിസ്കരിച്ചിരുന്നു എന്ന് ഖുർആനിൽ പലരെ കുറിച്ചും പറഞ്ഞു പോയിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത് എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടായിരുന്നു സ്വലാത്ത്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനൊക്കെ പരിചയപ്പെടുത്തി ഖുർആൻ പറഞ്ഞത് അതാണ്. ഈ ജനങ്ങളില്ലാത്ത പ്രദേശത്ത് ഞാൻ എന്റെ മക്കളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്, എന്റെ കുടുംബത്തെ താമസിപ്പിച്ചത് അവരെ നിസ്കാരം നിലനിർത്താനാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന, നീ അസ്കന്തമിൻ ദുർരിയത്തി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം റബ്ബനാ ലിയുഖീമുസ്സലാം. ഇസ്മായിൽ നബിനെ പരിചയപ്പെടുത്തുമ്പോഴും വക്കാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത്. ഈസാ നബി കുട്ടിയായിരുന്നപ്പോൾ വർത്താനം പറയാൻ പ്രായമാകുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു 3-4 വാചകങ്ങളിൽ ഒന്ന് നിസ്കാരം. സക്കാത്തും അതിനെ അങ്ങനെ തന്നെ ഉണ്ട്. നോമ്പിനെ കുറിച്ച് പറയുന്നിടത്ത് തന്നെ കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കുന്നവർ, മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കി. ഹജ്ജും അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മുതൽ ഇങ്ങോട്ട് അതിന് മുമ്പുണ്ടായിരുന്നോ ഇല്ലേ ആരും ചർച്ച ചെയ്യാത്തത് കൊണ്ട് ഏതായാലും അവിടെ നിന്ന് ഇങ്ങോട്ട് ഹജ്ജുണ്ടായി. ഇസ്ലാമിലെ സുപ്രധാനമായ ആരാധനാ കാര്യങ്ങളുടെ ശാഖാപരമായ വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷേ ലോകം അംഗീകരിച്ചു പോകുന്ന മുഴുവൻ മതവിശ്വാസികളിലും ഇതൊക്കെ ഉണ്ടായി. ഖുർആനിന്റെ അവതരണ കാലത്ത് അത് കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്ന വിഭാഗത്തെയാണ് ഖുർആൻ അവിടെ പറഞ്ഞത്. അതിനു മുമ്പ് ചിരപുരാതന സംസ്കാരങ്ങൾ നിലനിൽക്കുന്ന ഇന്ത്യ, ചൈനയെ പോലെയുള്ള മേഖലകളിൽ കോടാനുകോടി പ്രവാചകന്മാർ വന്നു പോയിട്ടുണ്ടാവും. അവർക്കൊക്കെ വേദഗ്രന്ഥങ്ങളും ഉണ്ടാവും. പറഞ്ഞതിന്റെ ചുരുക്കം, വിശ്വാസികളുടെ ഒരു ഐക്യമാണ് യഥാർത്ഥത്തിൽ ലോകത്തുണ്ടാവേണ്ടത്. ഒരു വിശ്വാസിയുടെ സവിശേഷമായ ഗുണം ഞാൻ പറഞ്ഞുവല്ലോ, നന്ന ചുരുങ്ങിയത് അവനിൽ നിന്ന് മറ്റാൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാവില്ല. ഇനി അവനിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുള്ളത് മറ്റുള്ളവർക്ക് ഉപകാരം മാത്രമാണ്. ഈ ഉപകാരം ചെയ്യാൻ ഒരാൾക്ക് മനസ്സില്ലെങ്കിൽ അയാൾ ചെയ്യാതിരുന്നോട്ടെ, പക്ഷേ അവനിൽ നിന്നൊരിക്കലും ഉപദ്രവം ആരംഭിക്കേണ്ടി വരില്ല. അപ്പോൾ സത്യവിശ്വാസികളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാവുകയില്ല. അൽ മുഅ്മിനു മൻ അമിനഹു അന്നാസ്, മനുഷ്യർക്ക് അഭയമുണ്ടാകുന്നത് ആരെക്കൊണ്ടാണോ അവരാണ് മുഅ്മിന്, അവരാണ് മുഅ്മിനുകൾ. മനുഷ്യർക്ക് പേടിയില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഈ ലോകത്ത് എവിടെ ഉണ്ടാവുകയാണെങ്കിലും അത് മുഅ്മിനീങ്ങളുടെ ഇടയിലുണ്ടാകും, വിശ്വാസികൾക്കിടയിൽ. അതാണ് ഞാൻ തുടങ്ങി വെച്ചത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിന്റെ കടിഞ്ഞാൺ മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസമാണ് എന്ന് പറഞ്ഞു. ഞാൻ ആർക്കെങ്കിലും ഒരു ഉപദ്രവം ചെയ്താൽ ആ ഉപദ്രവം മായ്ക്കപ്പെടാതെ എന്റെ റിക്കാർഡിൽ പടച്ചതമ്പുരാൻ സൂക്ഷിക്കും. ആ റിക്കാർഡ് പരിശോധിക്കുകയും അതിന് തക്കതായ ഫലം നല്ലതാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ അല്ല, തെറ്റാണെങ്കിൽ തെറ്റ്, അതിന്റെ ഫലം ഞാൻ അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ഞാനിത് ചെയ്തുകൂടാ. ആളുകൾക്കിടയിൽ ചെയ്തുകൂടാ, ആളുകളില്ലാത്തപ്പോഴും ചെയ്തുകൂടാ.